തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തിൽ മലപ്പുറം നിലമ്പൂരിലും മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറിയുണ്ടായി. പ്രവർത്തക സമിതി യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത വരുന്നുണ്ട്. 5 ഡിവിഷനുകളിൽ വിവിധ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം. ഇന്നലെ ചേർന്ന യോഗത്തിൽ മുമ്മുള്ളി വാർഡിനെ ചൊല്ലി തർക്കമുണ്ടായി. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. നിലമ്പൂർ മുനിസിപ്പൽ ഡിവിഷൻ നഗരസഭ എന്ന് പറയുന്നത് 2 തവണ രൂപീകരിച്ചത് മുതൽ UDF ഭരിച്ച നഗരസഭയാണ്. കഴിഞ്ഞ തവണ അത് LDF പിടിച്ചെടുത്തിരുന്നു. മുസ്ലിം ലീഗിനകത്തെ വിമത നീക്കത്തെ ചൊല്ലി അല്ലെങ്കിൽ വിഭാഗീയത്തെ ചൊല്ലിയാണ് ഇത്തരത്തിൽ UDFന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടാനൊരു സാഹചര്യം ഉണ്ടായത് എന്ന വിലയിരുത്തലാണുള്ളത്. ഇപ്പോൾ നിലമ്പൂർ നഗരസഭ തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് അതിൽ മുസ്ലിം ലീഗിനകത്ത് വീണ്ടും വിഭാഗീയത രൂക്ഷപ്പെടുകയും 5 ഡിവിഷനുകളിൽ വിമത സ്ഥാനാർത്ഥികളെ നിർത്താൻ ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുകയും ചെയ്തത്. മുമ്മുള്ളി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് തർക്കം രൂക്ഷമായത്. മുമ്മുള്ളി ഡിവിഷനിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നാണിക്കുട്ടി കൂമഞ്ചേരിയെ മത്സരിപ്പിക്കാനാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചത്. എന്നാൽ വിമത വിഭാഗം മുൻ കൗൺസിലറായിട്ടുള്ള മുജീബ് ദേവശ്ശേരിക്കായി രംഗത്ത് വന്നു. അതിനെ ചൊല്ലിയിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ 5 ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മൂമുള്ളി, ചാരംകുളം, പാത്തിപ്പാറ എന്നീ ഡിവിഷനുകളിൽ, അത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഡിവിഷനുകളാണ്. അവിടെയും കോൺഗ്രസ് മത്സരിക്കുന്ന വീട്ടിച്ചാൽ, തോണിപ്പൊയിൽ എന്നീ ഡിവിഷനുകളിലും വിമത സ്ഥാനാർത്ഥികളെ നിർത്താനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ലീഗ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സീറ്റ് വിഭജന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തന്നെയുള്ള വേങ്ങര, വണ്ടൂര് തുടങ്ങിയ സ്ഥലങ്ങളിലും എടയൂർ പഞ്ചായത്തിലുമൊക്കെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിഭജനത്തിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും കൂട്ടയടിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുക എന്ന തീരുമാനം എടുക്കാനാകാതെയാണ് നിലമ്പൂർ മുനിസിപ്പൽ ലീഗ് ഭാരവാഹികൾ കുഴങ്ങുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും നിലമ്പൂർ എന്ന് പറയുന്നത് 2 തവണ ഭരിക്കുകയും കഴിഞ്ഞ തവണ LDF പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ തവണ 9 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ച സമയത്ത് 9 സീറ്റിലും മുസ്ലിം ലീഗ് തോൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അഭിമാന പ്രശ്നത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു വിഭാഗീയത രൂക്ഷമാവുകയും ലീഗിനകത്ത് തന്നെ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.